അങ്ങനെ നമ്മുടെ അശ്വത് കോക്കിന് പണി കിട്ടി എന്ന് കേട്ടു. ഇവിടെ എന്തോന്നട്ടെ, ഒരു സിനിമയെ പറ്റി പറയുന്നതിനാണോ ഒരുത്തൻ്റെ ജോലിയൊക്കെ കളയിപ്പിക്കാൻ നോക്കുന്നത്? എന്ത് കഷ്ടമാണ്. അയ്യോ, ചിരിക്കാതിരിക്കാവേ. എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ സിനിമകൾ പൊട്ടാറില്ലായിരുന്നോ? ഇറങ്ങുന്ന എല്ലാ സിനിമയും ജഗ ഹിറ്റായിരുന്നു അല്ലേ? ഇറങ്ങുന്ന എല്ലാം നല്ല പൂര ഹിറ്റുകളായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് സിനിമയൊക്കെ പൊട്ടിത്തുടങ്ങിയത്. അത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതെന്തായാലും പുതിയൊരു അറിവാണ്. അറിവ് തന്നതിന് ഒരു വലിയ നന്ദി. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഒരു സിനിമയുടെ പേരിൽ ഒരുത്തൻ്റെ ജോലി കളയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ റൂമറാണോ എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ അശ്വത് കോക്ക് മീഡിയ വണ്ണിന് കൊടുത്തായിരുന്നു. ഹീസ് ലിറ്ററലി മെൻ്റലി എക്സോസ്റ്റഡ് ആണ്. പുള്ളിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. എടേ എന്തോന്നടേ, കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? യു ഗൈസ് ആർ ഇൻഫ്ലുവൻഷ്യൽ, ദാറ്റ്സ് വൈ യു ആർ ഡൂയിങ് ദിസ് അല്ലേ? നിങ്ങൾക്ക് ഹോൾഡ് ഉണ്ട്, എന്നാ നീ പോയി കേസ് കൊടു എന്ന് പറയുന്ന ധൈര്യം എന്താണിത്? ഇതൊക്കെ വിട്ടുപിടി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ പാവം മനുഷ്യൻ അയാളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ കുറേ ഇവർ ചിരിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ കയറി കാണുന്നത്. അല്ലാതെ സിനിമേനെ അയാൾ പറഞ്ഞിട്ടോ, ഞാൻ പറഞ്ഞിട്ടോ, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞിട്ടോ, ഉണ്ണി പറഞ്ഞിട്ടോ, മൺസൂൺ മീഡിയയിലെ ചേട്ടൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മുടെ ആ ഇൻഡസ്ട്രി പിടിച്ചിരിക്കുന്നത്. അത് കരുതരുത്. 3 കോടി ജനവും ലക്ഷക്കണക്കിനുള്ള സബ്സ്ക്രൈബറുള്ള നമ്മളും ആയിട്ട് നിങ്ങൾ സാമിപ്പിക്കരുത്. ഇത് കമ്പയർ ചെയ്യരുത് പ്ലീസ്. ഇവരൊക്കെ സിനിമ സംവിധാനം ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ജനങ്ങൾക്കൊന്നും അഭിപ്രായം പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലല്ലോ. സിനിമ മോശമാണെങ്കിൽ അങ്ങ് സഹിക്കാം അല്ലേ? പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. കാലഘട്ടം മാറി, സോഷ്യൽ മീഡിയ വന്നു, അഭിപ്രായങ്ങൾ റിവ്യൂകളായി മറ്റും ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ തുടങ്ങി അല്ലേ? അതോടെ തന്നെ ഇവരുടെ ഈ പഴയ ഉടായ്പകളൊന്നും ഇപ്പൊ വില പോകാണ്ട് വന്നു അല്ലേ? ഇനി ഇവർക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ? റിവ്യൂ പറയുന്നവരുടെ മെക്കെട്ട് കയറുക എന്നുള്ളതാണ്. അതിന് ഭാഗമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ അശ്വന്ത് കോക്കിനെതിരെയുള്ള കേസ് ഫയൽ ചെയ്യൽ എന്ന് വേണം അനുമാനിക്കാൻ. പിന്നെ അശ്വന്ത് കോക്ക് ഒരു സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാണെങ്കിൽ ആ സിനിമ വിജയിക്കും, മോശം അഭിപ്രായം പറഞ്ഞാണെങ്കിൽ ആ സിനിമ പൊട്ടുമെന്ന് വിചാരിക്കുന്നവരോട് ഒരു 2 എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഭീഷ്മം പർവ്വം, പിന്നെ കാപ്പ, അതുപോലെ തന്നെ സൗദി വള്ളക്ക. ഇതൊക്കെ അശ്വന്ത് കോക്ക് മോശം അഭിപ്രായം പറഞ്ഞ സിനിമകളാണ്. പടം വമ്പ ഹിറ്റായിരുന്നു അല്ലെ? അതുപോലെ തന്നെ കൊക്ക് നല്ല അഭിപ്രായം പറഞ്ഞൊരു പടമാണ് മഹാവീര്യർ. പടം 8 നില പൊട്ടിയില്ല. സോ കൊക്ക് നല്ലത് പറഞ്ഞ പടം വിജയിക്കും, കൊക്ക് മോശം പറഞ്ഞ പടം പൊട്ടും എന്നൊന്നുമില്ല. അതൊക്കെ ഒരു പൊട്ടൻ ചിന്താഗതിയാണ്. ₹1 കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറുകളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ഡെയിലി ഒരു 500 1000 രൂപ ഡെയിലി വേജ് ഉള്ള ഒരാള്, വരുമാനമുള്ള ഒരാളുടെ പോക്കറ്റിൽ നിന്ന് 200 300 അല്ലെങ്കിൽ 150 കൊടുത്തിട്ട് ഒരാൾ പടം കാണുമ്പോൾ അതിന് വാല്യൂ കൊടുക്കാതെ ഓക്കെ ആളുകളെ ചുമ്മാ ബിസിനസ് ആയി കണ്ട് പറ്റിച്ച് കുറെ സിനിമ ഇവന്മാര് കൂട്ടം കൂടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജെന്യൂൻ ആയിട്ട് റിവ്യൂ പറയുന്ന നമ്മളെ തലേക്ക് എന്തോ ഒരു കഥയുടെ ഇതൊക്കെ. ഈ പറഞ്ഞ ആളുകൾക്കാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ യുവതലമുറയിൽപ്പെട്ട സംവിധായകരും വളരെ ഡെമോക്രാറ്റിക് ആണ്. അവരെന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അവർ സിനിമ മോശമായി എന്ന് പറഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പറഞ്ഞ ഒപ്പീനിയൻസ് കേൾക്കാണ്ടൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഈ പഴയ ഈ മാടമ്പിത്തരം വെച്ചുകൊണ്ട് ഇപ്പോഴും പിന്നെ പുതിയ തലമുറയും അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തെയും ഈ ഒരു പിന്നെ സംസ്കാരത്തെയും ഈ മീഡിയ സംസ്കാരത്തെയും എതിർത്ത് തോൽപ്പിക്കാൻ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദാരുണമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്.